എല്ലാവർക്കും നമസ്കാരം. ഇത് കരിയാത്തുംപാറയാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിലാണ് ഈ കരിയാത്തുംപാറ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സ്ഥലം. അപ്പോൾ പ്രകൃതി സ്നേഹികൾക്കൊക്കെ വളരെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു വൺ ഡേ വിസിറ്റായിട്ട് വരികയാണെങ്കിൽ ഇവിടെ അതുപോലെ കരിയാത്തുംപാറ, തോണിക്കടവ്, മീൻതുള്ളിപ്പാറ, പിന്നെ കക്കയം ഡാം, ഇങ്ങനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട്, അതുപോലെ വയലട, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് ഇതെല്ലാം. ഇതൊക്കെ നിയർ ബൈ ആണ്. 20-27 അങ്ങനെ അത്രയും കിലോമീറ്ററുകൾക്കുള്ളിലാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഇവിടുത്തെ ഈ ഗ്രീനറിയും അതുപോലെയുള്ള പുഴയുമാണ് ഇവിടുത്തെ ഒരു വലിയ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലകൾ, പശ്ചിമഘട്ട മലനിരകൾ, അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ഗ്രാസ് ലാൻഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് 30 രൂപയാണ്. ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നത്. 27 പേരോളമുള്ള ഒരു ലേഡീസ് വിങ്ങാണ്. മലബാറിൻ്റെ ഊട്ടി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. കൂടാതെ ഹിഡൻ ജെം ഓഫ് കോഴിക്കോട് എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എന്താ പറയുക, വളരെ ആഴം കുറഞ്ഞിട്ടുള്ള പുഴയാണ്, അധികം ആഴമൊന്നുമില്ല. മഴക്കാലത്ത് ഡേഞ്ചറസ് ആയിരിക്കും കേട്ടോ. മഴക്കാലത്ത് വരുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഈ പുഴയിൽ ഇറങ്ങാം, കുഴപ്പമില്ല. ഒക്ടോബർ മുതൽ മാർച്ച് വരെ. അപ്പോൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഫ്ലാറ്റായിട്ടുള്ള പാറകളുണ്ട് ഇതിനകത്ത്. ആ പാറകളിൽ ചവിട്ടി അപ്പോൾ നമ്മൾ വഴുതി വീഴും. സ്ലിപ്പറിയാണ്, ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവരും റിവറൊക്കെ അങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിനപ്പുറത്ത് കിടക്കുന്ന ഗ്രാസ് ലാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുഴയിൽ ഇറങ്ങി എല്ലാവരും കുറച്ച് നേരം പുഴയിൽ നിന്നൊക്കെ ഇങ്ങനെ കളിച്ചു. അതിന് ശേഷം നമ്മൾ അപ്പുറത്തോട്ട് പോയി. പിന്നെ അവിടുന്ന് നമ്മൾ റീലെടുക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ റീലെടുത്തു. അങ്ങനെ കുറേ സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ പോവുകയാണ് ചെയ്തത്. വയലടയിലേക്കാണ് നമ്മൾ പിന്നീട് പോയത്. അവിടെ ട്രെക്കിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണണം എന്നുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കോഴിക്കോട് വരികയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊന്നും നിങ്ങൾ മിസ്സാക്കരുത്. അത്രയും നാച്ചുറൽ ബ്യൂട്ടിയാണ് ഈ ഒരു സ്ഥലത്ത്. ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ.